കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ, ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ, ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. സദായി കൂടെയുള്ളപ്പോൾ സാധ്യതകൾ മാറിപ്പോയി. എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ, ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ 22-ാം തീയതി ഡിസംബർ മാസം ഹല്ലേലൂയ തിങ്കളാഴ്ച അതിരാവിലെ തിരുസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തെ ഉദ്ഘോഷിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച മഹാഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഉടമനഹസ്തുര അടകാരകനാചാരം പ്രൗഢവന പരഭൗഷേ ദിവനമര അടകരകന ഭാരഭൗഷം ജപാലകനപദ ഭൗഷമനമന ഉടപാലകീരന്തരേ ഭാരഭൗഷേ ശേഖമാലകാധികാനികധിക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ തിരുസന്നിധിയോടെ അടിയങ്ങൾ അടുത്തു വരികയാണ് കർത്താവ്. ഇതുവരെ നടത്തിയ ദൈവം എൽസദായി കൂടെയിരുന്നു, എൽറോഹി കൂടെയിരുന്നു. ഓ യഹോവയുടെ നിസി, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഈ സൂമിനകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ പോകുന്നതാണ് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ പുറത്തു വരുമ്പോൾ അകത്തു പോകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ തലമുറകൾ ദേശം വെട്ടിപ്പിടിക്കട്ടെ. ദേശത്തിന്റെ അധിപതികളെ യേശുവിന്റെ നാമത്തിൽ ബാൻ ചെയ്യാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, the omnipotent, the God Almighty. Amen. Praise the Lord. യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇന്ന് രാവിലെ ഷൈല പാടിയ പാട്ട്. ആമേൻ. അതെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കണ്ണീരും തുടയ്ക്കപ്പെടാതിരുന്നിട്ടില്ല. നമ്മൾ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അതീവ സന്തോഷത്തോടുകൂടെ നാം ആയിരിക്കണം. ഹല്ലേലൂയ. കാരണം ഏത് മഴയും കുറയും, ഏത് ഇടിയും കുറയും. ഹല്ലേലൂയ. ഏത് മിന്നലും മാറിപ്പോകും. ഹല്ലേലൂയ. ഏത് രോഗബന്ധനങ്ങളും മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് നമ്മൾ പച്ചവയ്ക്കും. ദുഷ്ട പൈശാചിക ശക്തിയെ നാം വെല്ലുവിളിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ നട്ടൽ നമ്മൾ ഒട്ടിക്കും. ആമേൻ. അവന്റെ തലയെ എന്റെ യേശു തകർത്തു കാൽവരി ക്രൂശിൽ. ഇന്ന് പകൽക്കാലം ബാക്കി കൂടെ നമ്മൾ തകർക്കുകയാണ്. രോഗബന്ധനങ്ങൾ. എനിക്ക് ആ പാട്ട്, ഞാൻ ആ പാടിയ പാട്ട്, അതെ, ഇതുവരെ എന്നെ കരുതിയ, നമ്മെ കരുതിയ, ഹല്ലേലൂയ, അത് ഞാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പാടിയത് ബീനാ സിസ്റ്ററിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഇതുവരെ കരുതിയ ദൈവം, ഹല്ലേലൂയ, താൻ കടന്നു വന്ന വഴികൾ, ഹല്ലേലൂയ, വലിയവരായ ദൈവത്തിന് വേണ്ടി, ഹല്ലേലൂയ, താൻ അനുഭവിച്ച വേദനകൾ, നിന്ദകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, വേദനകൾ, ചട്ടിയുടെ അനുഭവങ്ങൾ, ഹല്ലേലൂയ, എന്റെ മനോമുഖരത്തിൽ രാത്രിയിൽ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശബ്ദമൊക്കെ മാറിപ്പോയി എങ്കിലും അത് പാടണമെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. അപ്പോൾ അതിലും മനോഹരമായ ഒരു പാട്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇതിന് രണ്ടിന്റെയും അർത്ഥം, ഇതിന്റെയും ആശയങ്ങൾ ഒരേപോലെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. നാം കടന്നു പോകും, നാം ജയിക്കും. ഹല്ലേലൂയ. ശത്രുവിനെ നമ്മളെ പിടിച്ചു കെട്ടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായ ബാബു ചെറിയാൻ, ഹല്ലേലൂയ, അത് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, അതേ, 10 പേരോട് നിങ്ങൾ പറ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും സൗഖ്യമായാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹല്ലേലൂയ സ്ട്രെങ്ത് ആൻഡ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ ശക്തിയാണ്, ആ നാമത്തിന്റെ വലിപ്പമാണ്, ആ നാമത്തിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും സൗഖ്യം വ്യാപരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പൂർണ്ണാരോഗ്യത്തോടെ ബീനാ സിസ്റ്റർ നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. അതുപോലെ ഞാനും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു വർഷം നമ്മളെ വിട്ടുപോവുകയാണ്. 2025, ഈ നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിൽ 25 വർഷം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടു കൂടി ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ, നമ്മളെ ധൈര്യപ്പെടുത്തിയല്ലോ, നമ്മളെ ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. ഇനി 2026 എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഒന്ന് നമുക്കറിയാം, ബലവാനായവൻ നമ്മുടെ കൂടെയുണ്ട്. ഒരു ശത്രുവിന് നമ്മളെ തോൽപ്പിക്കാനാവുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, നമ്മൾ ജയാളിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിനകത്ത് കണ്ട് 427 ഏതാണ്ട് ആവശ്യത്തെ മെസ്സേജ് ആയിട്ട് രാവിലത്തെ മെസ്സേജ്, എത്രയും ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മൾ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി, അല്ലേ? ഇപ്പോഴും സ്തുതികളിന്മേൽ വസിക്കുന്ന യഹോവയായ ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ മക്കൾ നല്ല തണുപ്പുള്ള രാത്രി, പ്രഭാതം, എന്നിട്ടും എഴുന്നേറ്റ് എന്നെ സ്തുതിക്കുന്നല്ലോ, മഹത്വപ്പെടുത്തുന്ന എന്റെ സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെയോ 24 മൂപ്പന്മാർ ഹല്ലേലൂയ ആമേൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കോടാനുകോടി ദൈവദൂതന്മാർ 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 ഹല്ലേലൂയ അനവരതം ഘോഷിക്കുമ്പോൾ ദൈവമക്കളെ നമ്മളും ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതി ബലമാണ്. സ്തുതി നമ്മളെ ശക്തീകരിക്കും. ബന്ധനങ്ങൾ വിട്ടുമാറും, രോഗം സൗഖ്യമാകും. ഹല്ലേലൂയ. കടഭാരങ്ങൾ മാറിപ്പോകും, കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞുപോകും, ശുശ്രൂഷയുടെ മേഖലകൾ തുറക്കപ്പെടും. അത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ കാണുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഡിസംബർ 22-ന് ഹല്ലേലൂയ ഇൻ ഗ്രേസ് ഫെലോഷിപ്പിന്റെ പേരില് ഹല്ലേലൂയ ഈ സൂമിൽ കടന്നു വരുവാനും പ്രിയ ദൈവമക്കളോട് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാനും എനിക്കിത് കിട്ടിയ
വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എത്രയോ പേർ ഈ 2026 കാണാൻ പറ്റാതെ വണ്ണം ഇന്ന് പ്രഭാതത്തിന്റെ ഓർന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. നമ്മളോ ജീവനോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ യേശുവിലേക്ക് ക്ഷണിച്ച സിസ്റ്റർ ബീന സിസ്റ്ററിനോടുള്ള അഗൈതവുമായ സ്നേഹവും നന്ദിയും ദൈവനാമത്തിൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം പ്രഖ്യാപിച്ചുകൊള്ളുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇനി 9 ദിവസമേ ഉള്ളൂ ഈ വർഷം പോകുവാൻ. ആമേൻ. ജയാളിയായി പുറത്തു വരും. 2026 നമുക്ക് നമ്മുടെ തലമുറകൾക്കും വേണ്ടി ദൈവം തുറക്കും വാതിലുകളെ, വഴികളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ, 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 ആമേൻ. ആ സാധ്യതകളെ നോക്കിക്കൊണ്ട് പറ, മാറിപ്പോകാൻ കൽപ്പിക്ക്, അതങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് ഹാനി വരുത്തുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവേൻ. ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോ? കൂട്ടുകാരുണ്ടോ? അധ്യാപകരുണ്ടോ? മാതാപിതാക്കളുണ്ടോ? എല്ലാവരും നമ്മളെ വിട്ടുപോകും. എന്നാൽ ഒരിക്കലും പിരിയാത്തൊരാത്മസഖി നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പറയാണ്, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ധൈര്യത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ഒരു വേദഭാഗം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. രണ്ട് തിമോഥെയോസ് 4-ാം അധ്യായം 2-ാം വാക്യം. എല്ലാവരുടെയും പേനായും വേദത്വവും ഉണ്ടെന്നോ? യെസ്. ആമേൻ. 2 തിമോഥെയോസ് 4:2. വചനം പ്രസംഗിക്കുക, സമയത്തിനും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ആമേൻ. 2026 ഹല്ലേലൂയ 26 വരവേൽക്കാൻ കാത്തിരിക്കുന്ന നമ്മൾ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. എന്തിനൊക്കെ നാം ഒരുങ്ങിയിരിക്കണം? നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരുക്കമുണ്ട്. നമ്മളൊരു വീട് കയറി പാർക്കാനായിട്ട് ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരുക്കമുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു ദൂരയാത്രയ്ക്ക് ഇംഗ്ലണ്ടിലോ അമേരിക്കയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു 6 മാസം മുമ്പേ നമ്മൾ ഒരുങ്ങും. ഹല്ലേലൂയ. വേണ്ടതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടോ? വസ്ത്രങ്ങള്, ഭക്ഷണം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ? എല്ലാം. ഒരു വീട് പണിയുമ്പോൾ നമ്മൾ അത് ഒരുക്കും. അത് നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ഒരുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വിരുന്നുകാരും വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഒരുക്കും. ഹല്ലേലൂയ. നമ്മൾ അതിനകത്ത് 2 കാര്യമുണ്ട്: ഒരുങ്ങുക, ഒരുക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? ഒരുങ്ങാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിപ്പയർ തൈസെൽഫ്. നിന്നെ തന്നെ ഒരുക്കുക, നീ തന്നെ ഒരുങ്ങുക. നമ്മൾ ഒരുങ്ങുന്ന കാണുമ്പോൾ നമ്മുടെ തലമുറ ഒരുങ്ങിക്കോളും, നമ്മുടെ അയൽക്കാർ ഒരുങ്ങിക്കോളും, നമ്മുടെ സഭാവാസികൾ ഒരുങ്ങിക്കോളും, നമ്മുടെ സമൂഹം ഒരുങ്ങിക്കോളും, നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുങ്ങിക്കോളും. ഹല്ലേലൂയ. അവരെ ഒരുക്കാൻ നമ്മൾ തയ്യാറായിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ തയ്യാറായിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുക്ക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ട്. ആമേൻ. സ്തോത്രം. അതുപോലെ തന്നെ ആത്മീയ കാര്യത്തിലും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയ. എന്തിനൊക്കെയാണ് നാം ഒരുങ്ങേണ്ടത്?
ആമേൻ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം അറിയിപ്പാൻ 7 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആമേൻ. സുവിശേഷം അറിയിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. എന്താണ് സുവിശേഷം? സുവിശേഷത്തിന്റെ മാഹാത്മ്യം എന്താണ്? സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്താണ്? എന്താണ് സുവിശേഷം? Go and spread the word of God all over the world. ഇതിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുക. അതിന് വിളിച്ചാക്കിയിരിക്കുന്ന ആണ് നമ്മളെ. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമാണ്. നമ്മൾ സാധാരണക്കാരല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും ഇന്ന വീട്ടില് ഹല്ലേലൂയ ഞാൻ ഒന്നുമില്ല. ഉണ്ട്. ഹല്ലേലൂയ. സത്യദൈവമായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്, അവകാശികളാണ്. ഏതിന്? സ്വർഗരാജ്യത്തിന് അവകാശികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരല്ല. പിശാചുകളോട് പറയും, നീ വെറുതെ ഒരുങ്ങുന്നതാണ്, നിനക്ക് നിത്യത നഷ്ടപ്പെടുമെന്നു. ഇല്ല. പിശാചിനെ നോക്കി പറയണം, പിശാചേ, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ജയിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്റെ ജീവിതത്തിൽ കാര്യമില്ല, എന്റെ തലമുറയുടെ കാര്യത്തിൽ നിനക്ക് ഒരു കാര്യമില്ല, എന്റെ ഭാവിയുടെ കാര്യത്തിൽ നിനക്ക് ഒരു കാര്യമില്ല. എന്നേക്കുമായി വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 അയൽവക്കത്തോ ഒരു ദുഷ്ട മൃഗമോ ഒരു ദുഷ്ട ജന്തുവോ അല്ലെങ്കിൽ ഒരു ദുഷ്ട പൈശാചിക ശക്തിയോ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സമ്മതിക്കയില്ല. അവന്റെ കരങ്ങളിൽ നമ്മളെ സൂക്ഷിക്കും. ശക്തമായിട്ട് നമ്മളെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുങ്ങാം. എന്തിന്? സുവിശേഷം അറിയിപ്പാൻ. 7 കാര്യങ്ങളിൽ ഒന്നാമത്താണ് ഞാൻ പറഞ്ഞത്, സുവിശേഷം അറിയിക്കാൻ. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തില് ഇങ്ങനെ പൗലോസ് പറയുന്നു, അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. ആരായിരുന്നു പൗലോസ്? ഈ ശൗൽ ആരായിരുന്നു? ശൗൽ എന്ന പൗലോസ്. ഹല്ലേലൂയ. ആമേൻ. സകല ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി ഹല്ലേലൂയ അവരെ ഇല്ലാതെയാക്കി, അവരെ മുടിച്ചു കളയുവാൻ, ക്രിസ്ത്യാനിത്വ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ദുഷ്ടപിശാച് ഇറക്കി വിട്ടവനായിരുന്നു ആര്? ശൗൽ. എന്നാൽ ഒരു പകൽക്കാലം ഉച്ചയ്ക്ക് 12 മണിക്ക് എന്റെ കർത്താവിനെ അവൻ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ആ എൻകൗണ്ടർ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ മൃഗത്തിൽ നിന്ന് താഴെ വീണു. എന്റെ യേശു അവനോട് ചോദിച്ചു, ഹല്ലേലൂയ, ശൗലേ സഹോദര, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി, നീ ആരാകുന്ന കർത്താവേ, നീ ആരാകുന്ന കർത്താവേ എന്നാണ്. അവൻ എങ്ങനെ അറിഞ്ഞു കർത്താവാണെന്ന്? ആമേൻ. അവന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ശക്തനായ ഒരു ദൈവം അവനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ നീ ആരാകുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. നീ ഉപദ്രവിക്കുന്ന യേശു. ആമേൻ, ആമേൻ, ആമേൻ. ഒരു കാര്യം നാം ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. യോഹന്നാനെയും ഇടിമക്കൾ യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ച് വേർതിരിക്കുമ്പോൾ അവർ ഹല്ലേലൂയ വല കഴുകുകയായിരുന്നു, മത്സ്യത്തെ പിടിക്കുകയായിരുന്നു. പത്രോസ് ഹല്ലേലൂയ വല കഴുകുകയായിരുന്നു, മത്സ്യത്തെ പിടിക്കുകയായിരുന്നു. ഇവിടെയും ദൈവജനത്തെ മുടിക്കാൻ പുറപ്പെട്ടവനെ ദൈവം പിടിക്കുകയാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും ചെയ്യുന്നവനാണ് ദൈവത്തിന് വേണ്ടത്. ഉറങ്ങുന്നവനെയല്ല ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്തുകൊള്ളുക. എന്തെങ്കിലും ചെയ്യുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. Go and spread the word of God. ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ അറ്റത്തോളം ഹല്ലേലൂയ അറിയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവ സന്നിധിയിലായിരിക്കുന്നത്. പൗലോസ് പറയാണ്, ഹല്ലേലൂയ, മരണം നീങ്ങി ജീവനും അക്ഷയതയും നൽകുന്നതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം. ഹല്ലേലൂയ. ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. ആമേൻ. രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ് സുവിശേഷം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ആരോടാ ഇത് പറഞ്ഞത്? 2
തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലാണ് പൗലോസ് പറയുന്നത്. തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി ഫുൾ ടൈം മുഴുവൻ ജീവിതവും, മുഴുവൻ സമയവും, മുഴുവൻ ആയുസ്സും യേശു കർത്താവിന്റെ പാദത്തിൽ വെച്ച വ്യക്തിയാണ് ശൗൽ എന്ന പൗലോസ്. അപ്പോസ്തല പ്രവൃത്തികളിന് ഒരു യുസ്കോന്യാത്ത യൂദ നഷ്ടപ്പെട്ട സ്ഥാനത്ത് നമ്മൾ മത്യാസിന് ചീട്ട് വീണെങ്കിലും മത്യാസിനെ ആ ഇലക്ഷന്റെ സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ കർത്താവ് തെരഞ്ഞെടുത്തത് ആരെയാണ്? പൗലോസിനെയാണ്. പൗലോസ് പറയാണ്, എന്റെ പിതാവ് വലിയ കപ്പലിന്റെ ഉടമയാണ്, മഹാസമ്പത്തിന്റെ ഉടമയാണ്, ഞാൻ ജന്മനാൽ യഹൂദനാണ്, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവരാണ്, റോമാ പൗരത്വമുള്ളതാണ്. അക്കാലത്ത് റോമാ പൗരത്വത്തിന് വലിയ വിലയുണ്ട് കേട്ടോ. റോമാ പൗരത്വം ലഭിച്ചവനാണ്. സ്തോത്രം. ശക്തമായിട്ട് ദൈവ വേലയ്ക്ക് പ്രയോജനപ്പെട്ട പൗലോസ് പറയാണ്, ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. നാം ഫോൺ എടുക്കുമ്പോൾ നാം വിളിച്ചു ചോദിക്കണം, കുഞ്ഞമ്മേ, ചിന്നമ്മേ, മറിയാമേ, നിങ്ങൾ എഴുന്നേറ്റോ, നമുക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോവാം, നമുക്ക് 2 വീട് വിസിറ്റ് ചെയ്യാൻ പോകാം, നമ്മുടെ കർത്താവ് വരാറായല്ലോ. ഓരോ ദിവസവും നാം ഉണർവോടെ കാത്തിരിക്കുകയാണ്. ദൈവമക്കളെ കേൾക്കണമോ? അമേരിക്കയില് ഈയിടെ മരിച്ചുപോയ ചാർലി കീർക്ക് എന്ന് പറയുന്ന 32 വയസ്സുള്ള യൗവനക്കാരൻ, 2 കൊച്ചു മക്കളുടെ പിതാവ്, നല്ലൊരു ഭാര്യയുടെ ഭർത്താവ്, അവൻ എന്താണ് ചെയ്തത്? യുവജനങ്ങളുടെ ഇടയ്ക്ക്, ഹൈസ്കൂൾ പിള്ളേരുടെ ഇടയ്ക്ക്, കോളേജ് പിള്ളേരുടെ ഇടയ്ക്ക് എവിടെ യൂത്ത് ഉണ്ടോ അവൻ അവിടെ കയറി ചെന്നു. കർത്താവ് വരാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവേറ്റ ആസന്നമായിരിക്കാൻ ഒരുങ്ങുവീൻ എന്ന് ഒരു ലജ്ജയുമില്ലാതെ എന്ന് പറയുന്ന 38 വയസ്സുകാരനായ ചാർലി വെടിയേറ്റ് മരിച്ചപ്പോൾ എല്ലാവരും ഓർത്ത് തീർന്നെന്ന്. കേൾക്കണമോ? അമേരിക്ക ഇന്ന് ഉണർവിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന്, 10,000-കണക്കിന് യൂത്താണ് യേശുവിനെ അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എത്ര നന്മകൾ അനുഭവിക്കുന്നു? നമ്മൾ എത്ര പേരുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് സൺഡേ സ്കൂളിന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ? കൺവെൻഷൻ പന്തലിൽ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവരെ മുമ്പിലിരുത്തി അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ സുഷ്ടാവായ യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ, തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ആണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം വിജയിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറും ഹീറോയാണ്, പൂജ്യമാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഹീറോയാണ്, നാം ധീരനാണ്, നാം നായകനാണ്. സകലം വിലമതിക്കുന്ന വ്യക്തിയായിട്ട് തീരുവാൻ ഇടയാകും. കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ജോലി സംബന്ധമായ എന്റെ ഭർത്താവ് ദൂരെയായിരുന്നപ്പോൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവമുള്ളവരായി വളർത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്റെ മോള് പറയുമായിരുന്നു, അമ്മേ, UK അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ദ ഗ്രേറ്റ് ബ്രിട്ടൻ, അന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ വലിയ പ്രതാപമുള്ള കാലത്ത് ലോകത്തിന്റെ നാനാവൻകരകളിലേക്ക് സുവിശേഷവുമായി എല്ലാ മിഷണറിമാർ കടന്നു വന്നു. ഇന്ത്യ എന്ന് പറയുന്ന മൃഗങ്ങളെയും മരങ്ങളെയും നദിയെയും സമുദ്രത്തെയും സേവിക്കുന്ന ഒരു കൂട്ടം പ്രകൃതിശക്തിയിൽ ആരാധിക്കുന്ന മനുഷ്യരാണ് ഇവിടെ. ഇവിടേക്ക് കടന്നു വന്നു. അവരുടെ ഭവനം ഉപേക്ഷിച്ച്, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവരിവിടെ കടന്നു വന്നു. ഇവിടെ കടന്നു വന്ന് സെന്റ് തോമസ് ആണ്. തോമസ് ഇവിടെ നമുക്ക് അറിയാമല്ലോ. തോമസ് ഒരിക്കൽ യേശുവിനെ തള്ളി പറഞ്ഞ തോമസ്, നിന്റെ എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തി തോമസ് ഇന്ത്യയിൽ വന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ ദേശത്തേക്ക് സുവിശേഷവുമായി കടന്നു പോവുകയാണ്. പാസ്പോർട്ടിനെടുത്തില്ലാത്ത കാലം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ലണ്ടൻ സിറ്റി, ദ ക്യാപിറ്റൽ ഓഫ് UK, യുണൈറ്റഡ്
നെറ്റ് കട്ടായി. അടി മ്യൂട്ടാ, അടി മ്യൂട്ട് മാറ്റിയേ. ആമേൻ. സുവിശേഷിക്കുന്നത് ആലേല്യ താനും ആ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് ജോലിക്കാരോടും രോഗികളോടും ആലേലൂയ കൂടെ കോവർക്കേഴ്സ് വേല ചെയ്യുന്നവരൊക്കെ കർത്താവിനെ സുവിശേഷിക്കുന്ന കാര്യം താൻ എന്നോട് പറയുകയുണ്ടായി. ദൈവമക്കളെ, എന്തായിരുന്നു തന്റെ സ്വപ്നമായിരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. ഇവിടെ പറയാൻ സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എന്താണ് സുവിശേഷം? നിത്യമായതാണ് സുവിശേഷം എന്ന് വെളിപ്പാട് പുസ്തകം 14:6 പറയുന്നു. യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെതാണ് സുവിശേഷം എന്ന് മത്തായിയുടെ സുവിശേഷം 4:23 പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28 പറയുന്നു, ഭൂലോകം മുഴുവൻ പ്രസംഗിപ്പാൻ യേശു ശിഷ്യന്മാരെ കൽപ്പിച്ച് നിയോഗിച്ചയച്ചു. അപ്പൊ സുവിശേഷം അറിയിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇനി സുവിശേഷം സർവ്വജനത്തിന് സന്തോഷം നൽകുന്നതാണ്. സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം പറയുന്നു, സർവ്വജനത്തിനും സന്തോഷം നൽകുന്നതാണ്. ഹല്ലേലൂയ. മരണം നീങ്ങിപ്പോകുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. നിത്യത നമ്മുടെ കരത്തിൽ തരുന്നതാണ് സുവിശേഷം. സുവിശേഷം ആവശ്യകതയോ? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം, നമുക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അബ്രഹാമിനോട് സുവിശേഷം മുൻകൂട്ടി പറഞ്ഞായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം-അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുവിശേഷ ഘോഷണ ഒരു കൂട്ടായ്മയാണെന്ന് ഫിലിപ്പിയ ലേഖനം 1-ാം-അധ്യായം 5-ാം-വാക്യത്തിൽ പറയുന്നു. സുവിശേഷത്തിന് ഒരു ദൈവീയ വ്യവസ്ഥയുണ്ട്. ആമേൻ. സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന പേര് കേട്ടെ, ഗ്രീക്ക് ഭാഷയിൽ ഇവാഞ്ചലിയോ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഗോസ്പൽ. ഇംഗ്ലീഷിലെ ഗോസ്പൽ എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഇവാഞ്ചലിയോ എന്ന് പറയുന്നു. സുവാർത്ത അഥവാ ഗുഡ് ന്യൂസ്. മലയാള ഭാഷയിൽ സുവിശേഷം, സുവാർത്ത, വചനം എന്ന് പറയുന്നു. സുവിശേഷത്തിന് പറയുന്ന വിശേഷണം, സുവിശേഷം 2 തിമോത്തിയസിൽ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം. ഇങ്ങനെ പല പേരുകളിലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷം 2 കൊരിന്ത്യർ 2:12 പറയുന്നു. 7-ാം-അധ്യായത്തിൽ ദൈവകൃപയുടെ സുവിശേഷം എന്ന് അപ്പോസ്തല പ്രവൃത്തി 20:24 പറയുന്നു. തേജസ്സുള്ള സുവിശേഷം. ഹല്ലേലൂയ. സുവിശേഷം നൽകുന്ന അനുഗ്രഹം എന്താണ്? സുവിശേഷം നമുക്ക് സന്തോഷം നൽകുന്നുവെന്ന് ലൂക്കോസ് പറയുന്നു. സുവിശേഷം സമാധാനം നൽകുന്നുവെന്ന് 2:10 ലൂക്കോസിൽ പറയുന്നു. സുവിശേഷം രക്ഷ നൽകുന്നതാണെന്ന് മർക്കോസ് 10-ൽ പറയുന്നു. സുവിശേഷം പ്രത്യാശ നൽകുന്നതാണെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:23 പറയുന്നു. സുവിശേഷം സൗഖ്യം നൽകുന്നതാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം-അധ്യായത്തിൽ പറയുന്നു. ഹല്ലേലൂയ. സുവിശേഷം ദൈവരാജ്യ പ്രവേശനം നൽകുന്നതാണ്. ഹല്ലേലൂയ. അത് മത്തായിയുടെ സുവിശേഷം 4-ാം-അധ്യായത്തിൽ പറയുന്നു. സുവിശേഷം നിത്യജീവൻ നൽകുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം-അധ്യായം 16-ാം-വാക്യത്തിൽ പറയുന്നു. സുവിശേഷത്തോട് നാം എങ്ങനെ പ്രതികരിക്കണം? സുവിശേഷത്തോട് ഹല്ലേലൂയ നാം പോസിറ്റീവായിട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. നാം വിശ്വസിക്കണം. സുവിശേഷത്തിൽ നാം പങ്കാളിയാകണം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16-ാം-അധ്യായം. സുവിശേഷത്തിന് പങ്കാളിയാകണം. സത്യസുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകരുത്. സുവിശേഷം അറിയിക്കുന്നതിൽ ലജ്ജിക്കരുത്. സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കണം, നേരായി നടക്കണം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. സുവിശേഷത്തിന് ഹല്ലേലൂയ വിഘ്നം വരുത്തുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല.
സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാടണം. സുവിശേഷത്തിനും യേശുവിന്റെ നാമത്തിനും വേണ്ടി ജീവനെ കളഞ്ഞാൽ അതിനെ നേടുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു. സുവിശേഷത്തിനും യേശുവിന്റെ നാമത്തിനു വേണ്ടി വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് പ്രതിഫലം ലഭിക്കും. ദൈവമക്കളെ, പ്രതിഫലം ലഭിക്കുന്ന ഏക ജോലി, ഹല്ലേലൂയ, ഏക മാർഗം കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ഹല്ലേലൂയ. മറ്റൊരു സുവിശേഷം അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. സുവിശേഷം അനുസരിക്കാത്തവരോട് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് 2 തെസ്സലോനിക്ക ലേഖനത്തിൽ 1:6-7 പറയുന്നു. ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകുമെന്ന് 1 പത്രോസ് 4:17 പറയുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സുവിശേഷം അറിയിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാം ഒരുങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾക്ക് നാം ഒരുങ്ങാറുണ്ട്. അതുപോലെ ഇതിനും നാം ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ കൂടുതൽ സമയവും സുവിശേഷം പറയുവാൻ കൂട്ടുകാരോട്, ഹല്ലേലൂയ, തന്റെ ഹല്ലേലൂയ ബന്ധത്തിൽ ചർച്ചയിൽപ്പെട്ടവരോട്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തന്റെ ബന്ധുമിത്രാദികളോട്, തന്റെ അയൽക്കാരോട്, തന്റെ സഹവാസികളോട്, ഹല്ലേലൂയ, ബസ്സിൽ പോകുമ്പോൾ, ഹല്ലേലൂയ, കല്യാണത്തിന് കണ്ടുമുട്ടുമ്പോൾ നിന്റെ ആത്മീയ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാൻ മടിക്കരുത് ദൈവമക്കളെ. അതുകൊണ്ട് അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ. ഞാൻ ഈ പറയുന്നതൊക്കെ എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഞാൻ എന്തെങ്കിലും നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സുവിശേഷം പറയുന്നത് കൊണ്ടാണ്, സുവിശേഷം ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് വലിയ പ്രാഗൽഭ്യമുണ്ട്, എനിക്ക് വലിയ സന്തോഷമുണ്ട്. നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, അതിനേക്കാളൊക്കെ നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ, അതിനേക്കാളൊക്കെ സാധുക്കളോട്, ഹല്ലേലൂയ, അല്ലെങ്കിൽ വഴിയെ പോകുന്നവരോട്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട്, അല്ലെ ചർച്ചക്കാരോട് നാം യാത്ര പോകുമ്പോ ആരെ കണ്ടാലും സുവിശേഷം പറയാൻ എന്റെ നാവ് തുറക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നു? ഹല്ലേലൂയ. ഇതെന്റെ വാഞ്ചയാണ് ദൈവമക്കളെ, ഇതെന്റെ ആഗ്രഹമാണ് ദൈവമക്കളെ, ഇതെന്റെ സ്വപ്നമാണ് എന്റെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഏക മാർഗം സുവിശേഷം പറയുക. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം നൽകുന്ന ലോകത്തെ സ്നേഹിച്ച് തന്റെ ഏകജാതനായ കുമാരനെ ഭൂമിയിലേക്ക് അയച്ചു കാൽവരിയുടെ പുരമരത്തിൽ അവനെ യാഗമാക്കി തീർത്തത് എന്നെയും നിങ്ങളെയും നമ്മുടെ തലമുറകളെയും വരുവായിരിക്കുന്ന കൊച്ചു തലമുറകളെ രക്ഷിക്കുവാനാണ്, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഇതൊക്കെ മാറിപ്പോകും, ആകാശം ചുരുണ്ടുപോകും, അല്ലെങ്കിൽ ഭൂതലം മാറിപ്പോകും, സമുദ്രം വെള്ളമില്ലാതെയാകും. ഈ പഴയ ഭൂമി എന്നേക്കുമായി തീറ്റായി സൂക്ഷിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഒന്ന് മാത്രം, യേശുവിനെ അറിയുന്നവർ എന്നും നിത്യതയിൽ നിലനിൽക്കും, നിത്യതയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. എന്താണ് സമയം? ആ 10 പേർ കന്യമാർ ഒരുങ്ങിയിരുന്നു. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. അവർ 10 പേര് എണ്ണ കരുതിയവരാണ്. എണ്ണ എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, അവരുടെ വിളക്കിലെ എണ്ണ തീർന്നു പോയി. മണവാളൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർ എണ്ണയ്ക്കായി കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാഥൻ ആ സമയത്ത് വന്നപ്പോൾ അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. എണ്ണയുള്ളവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം എണ്ണ തരാമോ? അവര് പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാഭിഷേകമില്ലാതെ ഒരു വ്യക്തി പോലും കർത്താവിന്റെ വരവിൽ പോവുകയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രഭാതത്തിൽ 1 മണിക്കൂർ നിങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചു. ഹല്ലേലൂയ. അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ
ഹല്ലേലൂയ. എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. വിശുദ്ധ യുദ്ധം ഏതാണ്? ഈ വാക്യം ആമേൻ സ്തോത്രം യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കണമേ. ആമേൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു യുദ്ധമാണ്. ആമേൻ. യോവേൽ പ്രവാചകന്റെ യെസ് 3-ാം അധ്യായം 9-ാം വാക്യം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യമിപ്പിക്കുവീൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. ആമേൻ. സകല വീരന്മാരും സകല വ്യക്തികളും ആയുധമില്ലേ വാക്കത്തികൾ കൊഴുക്കളാക്കി പുറപ്പെടാൻ. ആലല്ലേ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം ആമേൻ 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 വചനം എന്ന വാളെടുത്ത് യുദ്ധം ചെയ്യുവീൻ. ആലര്യ വായടച്ച് കളയണം. ആലര്യ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന 2 യുദ്ധങ്ങളെ കുറിച്ചാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഏതാണിത്? ഹർമഗദോൻ യുദ്ധം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് തന്നെ ഈ യുദ്ധം ആരംഭിക്കും. അതിന്റെ ആരംഭം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12 മുതൽ കാണുന്നു. ബാബിലോണിന്റെ നാശം അനുബന്ധ സംഭവം ഉടനെ നടക്കും. അതിന്റെ തീവ്രത തുടർന്ന് അതിന്റെ അന്ത്യം കാണും. ആമേൻ. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആമേൻ. ഹർമഗദോൻ യുദ്ധം. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ 1000-ാം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യയുള്ളവരെ കൂട്ടിച്ചേർത്ത് കർത്താവിന്റെ ഹല്ലേലൂയ നാമത്തിൽ അവിടെ ഒരു യുദ്ധം നടക്കും. രാജ്യസമൂഹങ്ങൾ തോക്കും. ഗോഗ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നാമത്തിൽ യൂറോപ്പെല്ലാം സംഘടിക്കും. ഹല്ലേലൂയ. മാഗോഗ് തുർക്കി സകല മുസ്ലിം സഹോദരന്മാരും ഒന്നിക്കും. ഹല്ലേലൂയ. ഇവർ തമ്മിലാണ് യുദ്ധം. ഒന്ന് വാഗ്ദത്ത സന്തതി, മറ്റൊന്ന് ഹല്ലേലൂയ ദാസിയുടെ സന്തതി. ആഗാറിന്റെ സന്തതി, ഇസ്മായേലിന്റെ സന്തതി. മറ്റൊന്ന് ഹല്ലേലൂയ യാക്കോബിന്റെ സന്തതി. ഇവർ തമ്മിലാണ് യുദ്ധം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹർമഗദോൻ യുദ്ധം. ആമേൻ. എന്നാൽ ആകാശത്ത് നിന്ന് തീറക്കി ഇവരെ നശിപ്പിക്കും. അതോടുകൂടി അന്ത്യന്യായ വിധി തുടങ്ങുകയാണ്. നാം എല്ലാവരും വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അതിന് നിങ്ങളുടെ കൈകൾ ബലപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കാലുകൾ ബലപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം ബലപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ബുദ്ധി ബലപ്പെട്ടിട്ടുണ്ടോ? ഇത് പകൽക്കാലം ഞാനൊന്ന് ചോദിക്കട്ടെ. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാറായി. ഒരുങ്ങുക, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഇതാ 2 യുദ്ധം. ഇതിനെ വിശുദ്ധ യുദ്ധം എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഇതിനെ ആത്മീയ യുദ്ധം ആമേൻ എന്ന് പറയും. ആമേൻ. ഹല്ലേലൂയ. ആത്മീയ യുദ്ധത്തിന് 3 തരത്തിലുള്ള ശത്രുവാണ്. ഒന്ന് അകത്തു നിന്നുള്ള ശത്രു, 2 പുറത്തു നിന്നുള്ള ശത്രു. ആമേൻ ആമേൻ. പുറത്തു നിന്നുള്ള ശത്രു ആരൊക്കെയാണ്? ആമേൻ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ആമേൻ. ജഡത്തെ മരിപ്പിക്കണം, ജഡത്തെ ക്രൂശിക്കണം. ജഡം അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം എന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ പുറത്തു നിന്നുള്ള ആക്രമണം, അകത്തു നിന്നുള്ള ആക്രമണം. എന്താണ് അകത്തു നിന്നുള്ള ആക്രമണം? നമ്മുടെ ജഡത്തിന്റെ മോഹം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്റെ തലമുറയ്ക്ക് വേണ്ടി ആര് തരും? ദൈവമക്കളെ, തലമുറയെ ദൈവം തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ശ്രേഷ്ഠമായ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ ദൈവത്തിന്റെ വേല ചെയ്താൽ മതി, നിന്നെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ അനുഭവമാണ്. ഞാൻ പഠിച്ചിട്ട് പ്രസംഗിക്കുന്നതല്ല, എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വചനം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ശത്രുവിന്റെ പോരാട്ടം പുറത്തു നിന്നുകൊണ്ട്, അകത്ത് നിന്നുകൊണ്ട്. ഹല്ലേലൂയ. ഇനിയും വേറൊരാളുണ്ട്, ചതിക്കുന്ന ശത്രു. ആമേൻ. ആരാണ് ചതിക്കുന്ന ശത്രു? ആമേൻ. എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ൽ നാം വായിക്കുന്നു. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ഇവയാണ് നമ്മളെ ചതിക്കുന്നവര്. ഹല്ലേലൂയ. ഇവരെ നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നാം അവരോട് പോരാടേണ്ടത്? നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ തകർക്കുന്ന ശക്തിയുള്ളതാണ്.
ദൈവവചനം എന്ന ആത്മാവിന്റെ വാളാണ് നമ്മുടെ കരത്തിലിരിക്കുന്ന ദൈവവചനം കൊണ്ട് എന്ത് സംസാരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം അപ്പോൾ നമ്മുടെ നാവിൽ തരും. ആത്മീയ യുദ്ധത്തിന് നാം ഏതൊക്കെ മണ്ഡലങ്ങളെ അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് എതിരായി ഉയരുന്ന സകല കോട്ടകളെയും നാം ഇടിച്ചു കളയണം. ഹല്ലേലൂയ, സ്തോത്രം. അഹങ്കാരം, അസൂയ, നിഗളം, പിണക്കം ഇതെല്ലാം മാറ്റിവെക്കണം. ആമേൻ. ആത്മീയ യുദ്ധത്തിൽ നാം എന്ത് ധരിക്കണം? സർവായുധ വർഗം ധരിക്കണം. ആരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, എല്ലാറ്റിനും ഇതേ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസത്തിന്റെ പരിചയെടുത്ത് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ദൈവമക്കളെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം മുതൽ 17 വരെയുള്ള വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, എല്ലാറ്റിനും ഉപരിയായി ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാനുള്ള ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പരിച, രക്ഷ എന്ന ശിരസ്ത്രം. ആമേൻ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ധരിക്കണം. ഇതാണ് നാം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു കാര്യം ഓർക്കുക, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ യുദ്ധത്തിന്റെ ശക്തി എന്തിനാണ്? കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ആത്മാവിലുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-18. ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ ഈ വാളെടുത്ത് വേണം, ദൈവവചനം എന്ന വാളെടുത്ത് വേണം നാം പോരാടുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത് നാം എന്ത് ചെയ്യണം? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഒരുങ്ങുക. ദൈവമക്കളെ, കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുക. നാം സാധുക്കളെ സഹായിക്കാതിരിക്കരുത്, വിധവന്മാരെ നാം മാനിക്കാതിരിക്കരുത്, നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവരെ കണ്ടില്ല എന്ന് വെക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സൽപ്രവൃത്തികൾക്ക് ഹല്ലേലൂയ ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ട് ദൂഷണം പറയുവാൻ ഇടയാകാതെ കലഹിക്കാതെ ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യം. ഹല്ലേലൂയ. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി ഹല്ലേലൂയ സൽപ്രവൃത്തികൾക്കായി നമ്മുടെ കരത്തെ തുറന്നു കൊടുക്കണം. നാം സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് എഫേസ്യ ലേഖനം 2-10 പറയുന്നു. ഹല്ലേലൂയ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കാണണമെന്ന് മത്തായിയുടെ സുവിശേഷം 5-16 പറയുന്നു. നല്ല പ്രവൃത്തി ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കണമെന്ന് ഫിലിപ്പിയ ലേഖനം 1-4 പറയുന്നു. സൽപ്രവൃത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവരാകണമെന്ന് 2 തീമോഥെയോസ് 3-16 പറയുന്നു. സൽപ്രവൃത്തികളിൽ നാം സമ്പന്നരാകണം, നാം ദാനശീലരും ഔദാര്യ മനസ്സുള്ളവരും ആകണം. അല്ലെങ്കിൽ സൽപ്രവൃത്തികളിൽ ശ്രുതിപ്പെടണം, സൽപ്രവൃത്തികളിൽ പ്രത്യേക മാതൃകയുള്ളവരായിരിക്കണം, സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം, സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കണം, സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കണം. സൽപ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പെരുകി 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 വരണം. ഹല്ലേലൂയ. നല്ല പ്രവൃത്തികൾക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തണം. തഥീത എന്ന് പറയുന്ന ആ സ്ത്രീ മരിച്ചു കിടന്നപ്പോൾ ഹല്ലേലൂയ പത്രോസിനെ ആളെ വരുത്തിച്ചു പറഞ്ഞു, അവൾ ഞങ്ങളുടെ മുൻപാകെ സൽപ്രവൃത്തികൾ ചെയ്തു. അവൾ തയ്ച്ച ഉടുപ്പുകൾ ഹല്ലേലൂയ അങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവര് കരയുവാനിടയായി. അതുപോലെ തന്നെ ബഥാന്യയിലെ മറിയ, കുഷ്ഠരോഗിയായ മർക്കോസിന്റെ ഭവനത്തിൽ യേശു കർത്താവും ലാസറും ഹല്ലേലൂയ കടന്നു എന്നപ്പോൾ ഹല്ലേലൂയ ലാസറിനെ കാണുവാനും യേശു ക്രിസ്തുവിനെ കാണുവാനും ആളുകൾ അവിടെ കടന്നു വന്നപ്പോൾ അവിടെ വേറൊരു സ്ത്രീയും കടന്നു വന്നു. അതൊരു പക്ഷേ ഹല്ലേലൂയ ലാസറിന്റെ പെങ്ങൾ മറിയയായിരിക്കാം. അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ താൻ വിലയേറിയതായി കരുതിയിരുന്ന സുഗന്ധ ധൈര്യം യേശു കർത്താവിന്റെ തലയിൽ ഒഴിച്ചു തന്റെ കാൽപാദം എന്ത് ചെയ്തു?
തുടച്ചു, തന്റെ കാൽപാദം തുടച്ചു. ആമേൻ. അതിന് നമുക്കറിയാലോ, ഒരു ദിവസം പണിക്ക് പോയാൽ 1 രൂപ. അതാണ് 9 മണി നേരത്തും 11 മണി നേരത്തും ജോലിക്ക് പോയവർക്ക് എന്റെ യേശു കർത്താവ് കൂലി കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ ഇതാ അവളെ കുറിച്ച് പറയുന്നത്, സുവിശേഷമുള്ള കാലത്തോളം ഇവളുടെ നാമം സുവിശേഷത്തിൽ എഴുതിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ മക്കളെ, ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം തരാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പ്രതിഫലം തരുന്ന ഏക ജോലിയാണ് ആമേൻ ക്രിസ്തീയ സുവിശേഷ പ്രചാരണം. God is tell the gospel of God all over the world. ആമേൻ. യേശുവിന്റെ പല വ്യക്തികൾക്കും വേണ്ടി ലോകത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്ത് തെളിഞ്ഞ മേഘങ്ങളുടെ ഇടയ്ക്ക്, നീലമേഘങ്ങളുടെ ഇടയ്ക്ക് അനേകം മിന്നാമിനുങ്ങുകൾ പോലെ മിന്നുന്ന നക്ഷത്രങ്ങൾ. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇതെന്താണ് ഈ ദർശനം? ഈ ദർശനം എന്താണ്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം ഈ സൂമിൽ കാണുന്ന പലരുടെയും നീതി പ്രവൃത്തികളെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ, നക്ഷത്രമണ്ഡലത്തിലെ മഹാമണ്ഡലത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങൾ പോലെ ഇതിൽ പലരെയും ദൈവം അവതരിക്കുവാൻ ശക്തനാണെന്നും അതിനായി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നെന്നുമാണ് എന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചത്. ദൈവമക്കളെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആവോളം വളരെ ദ്രുതഗതിയിൽ, വളരെ തിടുക്കത്തോടെ, വളരെ ധൈര്യത്തോടെ മാറ്റിവെക്കാതെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. മൂന്നാമത് ആമേൻ സ്തോത്രം, സൽപ്രവൃത്തികൾ ചെയ്യണം. 4ാമത് പ്രതിവാദം പറയുവാൻ ഒരുങ്ങിക്കൊള്ളുവിൻ. ദൈവമക്കളെ, ശത്രു നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മളെ തോൽപ്പിക്കുവാൻ, നമ്മളെ ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ വാദിക്കാൻ വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായവാദം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയോടും ഭയഭക്തിയോടെ പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവേന്ന് 1 പത്രോസ് 3:15 പറയുന്നു. നാം ഒരുങ്ങിയിരിക്കണം. ആമേൻ. ആമേൻ. അതൊന്ന് വായിക്കാവോ? 1 പത്രോസ് 3:15. സമയമില്ല, ഇനി എനിക്ക് 20 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ അതൊന്ന് വായിക്കാവോ? 1 പത്രോസ് 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ശത്രു എപ്പോഴാ നമ്മുടെ മുമ്പിൽ പറയുന്നത് എന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? 1 പത്രോസ് 3:15 പറയണം, സൗമ്യതയോട് ഭയഭക്തി പൂണ്ട്. ഓരോരുത്തരും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന്, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനായി രുചി വരുത്തിയതും ആയിരിക്കട്ടെ. കേൾക്കുന്നതിന് മുമ്പേ ഉത്തരം പറയാൻ ധൃതിപ്പെടരുത്. അത് ഭോഷത്വമാണ്, അത് ലജ്ജയാണ്. യേശു കർത്താവ് 12 വയസ്സുള്ളപ്പോൾ തന്റെ മാതാപിതാക്കളോടൊന്ന് ആലയത്തിലേക്ക് കടന്നുപോയി. യേശുവിന്റെ വാക്കുകൾ കേട്ടവരെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം. 12 വയസ്സുള്ള ബാലന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും അത്ഭുതപ്പെടുത്തി. ഇവൻ ആര്? ആമേൻ. ഇവന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ എത്ര മധുരമുള്ളതാണ്, എത്ര ലാവണ്യം നിറഞ്ഞാണ്. അവന്റെ മുഖത്തെ സൗന്ദര്യം കണ്ടോ? ഹല്ലേലൂയ. സൗന്ദര്യമുള്ളവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുഖത്തെ സൗമ്യത കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിന്റെ ഉള്ളിൽ പിതാവിന്റെ തേജസ്സുള്ള പുത്രനുണ്ട്. ആമേൻ. അതങ്ങനെ പൊതിഞ്ഞിരുന്നു. ആമേൻ. ആ 12 വയസ്സുകാരൻ ഹല്ലേലൂയ യേശുവിന്റെ വാക്കുകൾ കേട്ട ജനം അത്ഭുതപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഉത്തരം പറയാൻ എങ്ങനെ പ്രാപ്തി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിഷമിക്കരുത്. ഹല്ലേലൂയ. സങ്കീർത്തനം 119:42 വാക്യത്തിൽ പറയുന്നു, വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ പറയുന്ന ഉത്തരഹേതുവായി മനുഷ്യർക്ക് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെയാണ്. സദൃശ്യവാക്യങ്ങൾ ഹല്ലേലൂയ 25:11 പറയുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ,
മിണ്ടാതെ ഇരിപ്പാൻ ചിലപ്പോൾ ദൈവം നമ്മളോട് പറയും. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുള്ളൂ. ചിലർക്ക് നമ്മൾ മിണ്ടാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 46, സങ്കീർത്തനം 10 വാക്യത്തിൽ നാം മിണ്ടാതിരുന്നാൽ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി ശത്രുവിനോട് പൊരുതിക്കൊള്ളും. ആമേൻ. അപ്പോൾ ഹല്ലേലൂയ, എന്തു പറയേണ്ടു എന്ന് നാം വിചാരപ്പെടേണ്ട. പറയേണ്ടത് തക്ക സമയത്ത് കർത്താവ് നമ്മുടെ നാവിൽ തരും. ചിലപ്പോൾ നാം മിണ്ടാതിരിക്കണം. ഭക്തിവിരുദ്ധമായ വൃതാനാമങ്ങളെ ഹല്ലേലൂയ ഒഴിഞ്ഞിരിക്കണം. മധ്യതർക്കം നമുക്ക് വേണ്ട. ഹല്ലേലൂയ വംശാവലി, ന്യായപ്രമാണം ഇതൊന്നും നമുക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നാം ഹല്ലേലൂയ പ്രതിവാദിക്കാൻ, ഹല്ലേലൂയ ശത്രുവാ തുറക്കുമ്പോൾ നാം എന്താണ് പറയേണ്ടത്? വചനം കൊണ്ട് അവരോട് സംസാരിക്കണം. സൗമ്യതയായിരിക്കണം, ലജ്ജയോടുകൂടെ. ഹല്ലേലൂയ വളരെ സൗമ്യതയോട് കൂടെ ആയിരിക്കണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിനായി പോരാടണം. യൂദായുടെ ലേഖനത്തിൽ പറയുന്നു. ഇനി 3 പരീക്ഷണങ്ങൾ നമുക്ക് വരാം. പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്ക് കള്ളം പറയരുത്. സത്യത്തെ വളച്ചൊടിക്കാതിരിക്കണം. കയ്യിൽ നിന്ന് ഒന്നും ഇട്ട് സംസാരിക്കുന്ന. ആമേൻ. ഹല്ലേലൂയ. പ്രതിവാദം പറയാൻ നാം ഒരുങ്ങിയിരിക്കണം. 5ാമത്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. നമ്മുടെ കർത്താവ് വരാറായി. പ്രിപ്പയർ ടു മീറ്റ് ദൈ ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കർത്താവ് വാതിൽക്കലായിരിക്കുന്നു. സംഭവബഹുലമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യൗവനക്കാരെ നോക്കുക. ഹല്ലേലൂയ. മദ്യപ്രിയർ, മയക്കുമരുന്നടിമകള്, ദൈവ മക്കളെ, പ്രത്യേകിച്ച് അമ്മമാരോട് ഇന്ന് പകൽക്കാലം ഞാൻ ഇന്ന് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങള് ആരോടാണ് കൂട്ടുകൂടുന്നത്? അവന്റെ ബാഗ് പരിശോധിച്ച് നോക്കണം, അവന്റെ പുസ്തകം പരിശോധിച്ച് നോക്കണം. ഹല്ലേലൂയ. മയക്കുമരുന്ന് ഒന്നും അവൻ കാണാൻ പാടില്ല. നല്ല കൂട്ടുകെട്ടാണോ? ഹല്ലേലൂയ നോക്കണം. ഹല്ലേലൂയ. അത് അവന്റെ പരസ്യമായിട്ട് അവനെ കളിയാക്കുന്നതായിരിക്കുന്നു. കുട്ടികൾ അത് ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ബാഗ് വരെ ഞാൻ ഹല്ലേലൂയ തുറന്നു നോക്കുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അന്നൊക്കെ ചമ്പാക്ക് എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. ഹല്ലേലൂയ. എനിക്കിത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇത് പുകലയുടെ പൊടി പോലെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു പയ്യനെ വിളിച്ചിട്ട് ചോദിച്ചോടാ മോനെ ഇത് എന്താ? അപ്പൊ അവര് പുരുഷന്മാരായ അധ്യാപകരുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞു, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ടീച്ചറിന് ഒരു പയ്യന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്. അവന്റെ മാതാപിതാക്കളെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവനെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് ആമേൻ വടക്കേ ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്തു. തക്ക സമയത്ത് പിടിച്ചു. തക്ക സമയത്ത് അത് കണ്ടെടുക്കാൻ ഇടയായി. ഹല്ലേലൂയ. ഇന്ന് അവനൊരു സുവിശേഷകനാണ്. ദൈവമക്കളെ, നാം ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭാവി സുവിശേഷകന്മാരാകാൻ. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവിന്റെ നാൾ വരുന്നു എന്നറിഞ്ഞാൽ അത് ദിനംതോറും കർത്താവിന്റെ നാളിനായി ന്യായവിധി അന്ത്യനിലം അടുക്കുന്നു. അതുകൊണ്ട് കർത്താവ് എങ്ങനെയാണ് വരുന്നത്? 2 വിധത്തിലാണ് കർത്താവ് വരുന്നത്. ഒന്ന്, മേഘപ്രത്യക്ഷത. ഹല്ലേലൂയ. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. 2 പേര് ഹല്ലേലൂയ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കും. 2 പേർ വയലിൽ ഉഴുകയായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ 10 പേർ ഒരുങ്ങി നിന്നോ സ്ത്രീകൾ. ഹല്ലേലൂയ. അവരുടെ വിളക്ക് കെട്ടുപോയി, 5 പേർ തള്ളപ്പെട്ടുപോയി. വിളക്കിൽ എണ്ണയുമായി കടന്നു വന്നപ്പോൾ ഇതാ നാഥൻ വന്നു, വാതിലടച്ചു. ഹല്ലേലൂയ. നമ്മുടെ നാൾ അതിവേഗം കടന്നു വരികയാണ്. കള്ളൻ രാത്രി വരുന്ന പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ എന്ന് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോലെ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ഒരുങ്ങിയിരിക്കണം. അതുപോലെ തന്നെ നാളും നാഴെയും നാം അറിയുന്നില്ല. ആ നാളും നാഴെയും അറിഞ്ഞിരുന്നുവെങ്കിൽ നാം ഒരുങ്ങിയിരിക്കുമായിരുന്നു. കള്ളൻ രാത്രിയിൽ എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല. അതുപോലെ കർത്താവിന്റെ നാളും നാഴെയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരും അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുമെന്ന് മർക്കോസ് പറയാണ് 13:33. നമുക്ക് എവിടെയും പോയി ഒളിക്കുവാൻ കഴിയില്ല. അവർ പാതാളത്തിൽ ചെന്നാൽ അവിടെ എന്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തേക്ക് കടന്നാൽ അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. കർമ്മേലിന്റെ കൊടുമുടിയിൽ പോയാലും സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞാലും ഞാൻ അവരെ പിടിക്കും. ആമോസിന്റെ ലേഖനം, ആമോസിന്റെ പ്രവചനം
9-ാം അധ്യായം 2-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, പകലുള്ളിടത്തോളം കർത്താവിന്റെ വേല ചെയ്യുവീൻ. നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ആദ്യം പിടിക്കേണ്ട. അവർക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠമായത് ഒരുക്കിയിട്ടുണ്ട്, ശ്രേഷ്ഠമായത് ഒരുക്കിയിട്ടുണ്ട്, ശ്രേഷ്ഠമായത് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പിടിക്കേണ്ട നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ ആദ്യം പിടിക്കേണ്ട. നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ശരീരത്തിലെ രോഗാണു തന്നെ ചത്തുപോകും. അത് ഇല്ലാതെ വരും. ദൈവത്തിന്റെ വചനം ശക്തിയുള്ള വചനമാണ്. ഹല്ലേലൂയ. അത് സൗഖ്യമാക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഇനി ആ ദിവസം കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കണം. പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം. ഇനി ചൂള പോലെ കത്തുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. മലാക്കിയുടെ പ്രവചനം 4:1. സകലത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മൂലപദാർത്ഥങ്ങൾ വെന്തഴിയുമെന്ന് പത്രോസ് തന്നെ പറയുകയാണ്. അല്ലല്ല, ഈ രോഗം വെന്തഴിയും. അല്ലല്ല, നമ്മുടെ ആത്മാവിന് കളഞ്ഞു വരികയില്ല. ആ ആത്മാവ് കർത്താവിൽ മറയും. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കും. നിത്യത സ്വന്തമാക്കുവാൻ ഇന്ന് രാത്രി പകൽക്കാലം ഞാൻ നിങ്ങളോട് ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിത്യത നാം എവിടെ ചെലവഴിക്കും? ഇന്ന് നമ്മൾ എന്താ പറയുന്നത്? ഇന്ന് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തോ കരുതും, നാളെ എന്തായി തീരും എന്റെ ഭാവി? ഹല്ലേലൂയ. വീടില്ല, വാടക വീടിൽ കഴിയുന്നവര്, കടഭാരത്താൽ വലയുന്നവര്, ജപ്തി കൊണ്ട് വലയുന്നവര്. ദൈവത്തിന്റെ മക്കളെ, ഞാനൊന്ന് പറയട്ടെ, ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അതിന് മറുപോരുണ്ട്, അതിന് മറുപോക്കുണ്ട്, അതിന് ഉത്തരമുണ്ട്. അത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കാവോ? നിന്റെ സകല ചിന്താകുലങ്ങളും യേശുവിന്റെ മേലിട്ടുകൊള്ളുക. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ മറുപടി തരുന്ന ദൈവമാണ്. നമ്മുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത് നമുക്ക് മറുപടി കിട്ടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 6-ാമത് നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഓ, ഇവിടെ എന്നൊക്കെ പറയും. ഹല്ലേലൂയ. ദുരുപദേശം പ്രസംഗിക്കുന്നവർ വരും, കള്ള പ്രവാചകന്മാര് വരും. അവരെ ആരെയും അല്ല നമ്മൾ നോക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തെയാണ് നോക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കാൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം. അത്തി തളർക്കുന്ന കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു. ഓ, ആരാണ് അത്തി? ഇസ്രായേൽ. ഇസ്രായേൽ ലോകത്തിന്റെ ഘടികാരമായി മാറിയിരിക്കുന്നു. ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഇസ്രായേലിനെ നോക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ലോകത്തിന്റെ ഘടികാരമാണ് ഇസ്രായേൽ. ഇസ്രായേൽ നടക്കുന്നത് ദൈവഹിതമാണ്. അതുകൊണ്ടാണ് ദൈവമക്കളോട് ദൈവദാസന്മാർ മുട്ടിപ്പായി പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ ജനമാണ്, അബ്രഹാമിന്റെ സന്തതിയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ നമ്മളും അബ്രഹാമിന്റെ മക്കളാണ്. കാരണം അനുഗ്രഹം വരുന്നത് അബ്രഹാമിൽ കൂടെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നനയാത്ത നാഴികയിൽ എന്റെ യേശു വരും. അതുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു നമ്മൾ കേട്ടല്ലോ. അതുകൊണ്ട് ഹല്ലേലൂയ, നാം ഒരുങ്ങിയിരിക്കണം, എണ്ണ കരുതിക്കൊള്ളണം. അന്യഭാഷയിലുള്ള ആ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആ പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത്. രാവിലെ 5 മണിക്ക് മാത്രമല്ല, രാത്രിയിൽ ഹല്ലേലൂയ 12 മണിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? രാത്രിയിൽ ഉറങ്ങാത്ത എത്രയോ പേര്. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടാണ് രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റത്. ഹല്ലേലൂയ. ഈ പ്രായത്തിൽ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണമായി നിൽക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പ്രസംഗിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഒരുങ്ങിയിരിക്കുക, സുവിശേഷം പറയുവാൻ ഒരുങ്ങിയിരിക്കുക. എപ്പോ കണ്ടാലും ആരെ കണ്ടാലും, ബസ്സിൽ പോയാൽ പോലും ഞാൻ സുവിശേഷം പറയും. അല്ലെ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഞാൻ സുവിശേഷം പറയും. അല്ലെ, എന്നോട് ദൈവാത്മാവ് പറയാ, ഈ വണ്ടിയെന്ന് നീ ഇറങ്ങ,
പോകുന്നവരോട് സുവിശേഷം പറയാൻ പറഞ്ഞാൽ വണ്ടി നിർത്ത് പാപ്പ, ഞാൻ ഇറങ്ങി അവരോട് സുവിശേഷം പറയട്ടെ എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ, അതെന്റെ ഉള്ളിൽ കിടക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സുവിശേഷം പറയുവാൻ, ദൈവത്തെ കുറിച്ച് പറയാൻ നാം ഒരുങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിരയാത്ത നാഴികയിൽ വരും. അവൻ എങ്ങനെ വരും? ഹല്ലേലൂയ, കള്ളനെ പോലെ വരും, മേഘാരൂഢനായി വരും, ഗംഭീര നാളത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി വരും. അത് മഹത്വ പ്രത്യക്ഷതയാണ്. ആദ്യം വരുന്നത് എങ്ങനെയാണ്? ആമേൻ, ഹല്ലേലൂയ, മേഘപ്രത്യക്ഷതയിൽ അന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളും. അതിനുശേഷമേ സഭയുണ്ടെന്ന് എടുക്കുകയുള്ളൂ. ദൈവമക്കൾ അത് ഓർത്തിരിക്കണം. നമ്മളാരും ഇവിടെ നടക്കുന്ന പിശാചിന്റെ കെണിയിലോ അന്തിക്രിസ്തുവിന്റെയോ ആന്റി ക്രൈസ്റ്റിന്റെയോ ഭരണത്തിൽ വരികയില്ല. നമ്മൾ ആകുന്ന സഭ എടുക്കപ്പെടും. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാൻ വരും. പിന്നെ നമ്മളോട് ഒന്നിച്ചാണ് കർത്താവ് ഹല്ലേലൂയ മഹത്വ പ്രത്യക്ഷതയിൽ വരുന്നത്. എന്തിനാണ് രണ്ടാമത് വരുന്നത്? ഹല്ലേലൂയ, ഈ ലോകത്തെ 1000 ആണ്ട് ഭരിക്കുവാനാണ് വരുന്നത്. ഞാനും നിങ്ങളിവിടുത്തെ ഭരണകർത്താക്കളാണ്. ഹല്ലേലൂയ, ഇന്നും അറിയാവില്ല, പഞ്ചായത്തിലെ ഇലക്ഷൻ നടന്നപ്പോൾ എന്ത് ബഹളമായി. എത്ര സ്ത്രീകൾ ജയിച്ചു, എത്ര പുരുഷന്മാർ ജയിച്ചു. ഹല്ലേലൂയ, ജയത്തിന്റെ ഘോഷം കേട്ട് ചിലര് ഹല്ലേലൂയ സ്തോത്രം തലകറങ്ങി വീണു. ഹല്ലേലൂയ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആമേൻ. പലരും മരിച്ചുപോയി. ചിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല. ഈ ലോകത്ത് ഇങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവ് വരുമ്പോൾ എന്തായിരിക്കും സംഭവം നടക്കുക? ഞാൻ ഓർക്കുന്നു, കോട്ടയത്ത് നിന്ന് യാത്ര ചെയ്ത് അങ്ങ് നാട്ടുകാലിലെ കോട്ടയത്ത് കഴിഞ്ഞ് അങ്ങ് ആ മേഖലയിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കോടിമതയുടെ അവിടെ 2 വരി അങ്ങോട്ടും പോകും, 2 വരി ഇങ്ങോട്ടും, 4 നിര. എന്തിനാ? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന പ്രണവ് മുഖർജി ഇവിടെ ഹല്ലേലൂയ കോടിമതയിൽ മലയാള മനോരമയുടെ ഒരു ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതെന്ന് കേട്ടപ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹല്ലേലൂയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സകല വാഹനങ്ങളും തടഞ്ഞു. ഒരെണ്ണത്തെ കടത്തി വിട്ടില്ല. ആമീൻ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഹല്ലേലൂയ മോദി ഇന്ന് കോട്ടയത്ത് വരുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ആരും കോട്ടയത്തിന് പോകണ്ട. വഴികളെല്ലാം ബ്ലോക്കായി, വണ്ടികളെല്ലാം ബ്ലോക്കായി. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം എങ്ങനെയാണ് വരുന്നത്? ഹല്ലേലൂയ, അന്ത്യന്യായ വിധിക്ക് വേണ്ടി അവൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, അവൻ കടന്നു വരുമ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കും. അത് പരിശുദ്ധാത്മാവുള്ളവൻ മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും ഇല്ലല്ലോ. വിദ്യാർത്ഥികളിൽ പലരും ഇല്ല, ജോലിയെടുത്ത് പലരും ഇല്ല, നമ്മുടെ വീട്ടിൽ പലരും ഇല്ല. അവര് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവസാനമായി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മരിക്കുവാൻ ഒരുങ്ങിക്കൊള്ളണം. എന്തിനാണ് മരിക്കുന്നത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളില് 21-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് പറയുക. ഒരു ഭക്തൻ രക്തസാക്ഷിത്വ ഒരു ദൗർഭാഗ്യമല്ല, അതൊരു പദവിയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാവോ? പെട്ടെന്ന് വായിക്കണേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എങ്കിലും യെസ് 20-ന്റെ 24. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 24. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയും സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുവിനെ ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ എന്താ? കപ്പലിന്റെ ഉടമ മഹാസമ്പന്നൻ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്നവൻ, യഹൂദൻ, റോമ പൗരത്വമുള്ളവൻ, 39 അടി ഉള്ളവൻ, 39 അടി. ഒന്ന് ഗുണിച്ചു നോക്കിയേ, എത്ര അടിയുണ്ട്? ദൈവനാമത്തിൽ തന്നെ എത്ര അടിയുണ്ട് പറയാവോ? ഗുണിച്ചാർക്കെങ്കിലും പറയാവോ? 195. ഏതെങ്കിലും ദേവദാസന്മാർ ചോദിക്കുവാണെങ്കിൽ പറയണം. 195 195 അടി ഒരു മനുഷ്യ ശരീരത്തിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി പൗലോസ് കൊണ്ടെങ്കിൽ ഹല്ലേലൂയ. നീ പോടാന്നൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ എന്തിനാ ബേജാറാകുന്നേ? നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്?
ഹല്ലേലൂയ, സ്തോത്രം. അവരെന്തെങ്കിലും പറഞ്ഞാട്ടെ, എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന, എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കാൻ വേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, ആമേൻ, സ്തോത്രം. ഒരു ഭക്തന്റെ മരണം ഒരു നഷ്ടമല്ല, ലാഭം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-21. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ മരിപ്പാൻ എനിക്ക് ഒരുക്കമാണ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയയില്ല. പൗലോസിന്റെ അവസാന വാക്ക് എന്താണ് പറഞ്ഞത്? എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. 2 തിമോത്തി 4:6. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു ദൈവഭക്തൻ എപ്പോഴും മരണത്തിന് ഒരുക്കമുള്ളവനായിരിക്കണം. കാരണം മരണത്തിന്റെ വിഷമുള്ള യേശു തകർത്തു, ജയം തന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 56-ാം വാക്യം. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഒരു ഉയർപ്പുണ്ട്, ഒരു നിത്യതയുണ്ട്. ദൈവമക്കളെ, കർത്താവിന്റെ വരവേറ്റ ആസന്നമായല്ലോ. ഞാൻ 7 കാര്യങ്ങളും പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനൊക്കെ നാം ഒരുങ്ങണം? 1, വിശുദ്ധ യുദ്ധത്തിന് നാം ഒരുങ്ങണം. 2, സുവിശേഷം അറിയിപ്പാൻ ഒരുങ്ങണം. 3, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഒരുങ്ങണം. 4, പ്രതിവാദം പറയുവാൻ ഒരുങ്ങണം. 5, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങണം. 6, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. 7, മരിക്കുവാൻ ഒരുങ്ങിയിരിക്കണം. ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നാൽ സ്തെഫാനോസിനെ കാണുന്നില്ലേ? മേശമേൽ ശുശ്രൂഷിക്കാൻ ആക്കപ്പെട്ട ദൈവഭൃത്യൻ, ഹല്ലേലൂയ, കല്ലേറ് കൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവന്റെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ശൗൽ. ആ ശൗലാണ് ഹല്ലേലൂയ മത്യാസിന് പകരം ഹല്ലേലൂയ ഒരു ദൈവദാസൻ, ഒരു അപ്പോസ്തലൻ അവിടെ എഴുന്നേൽക്കുകയാണ്. അതുകൊണ്ട് 12-ാമത്തെ അപ്പോസ്തലനായിട്ട് നമുക്ക് ഹല്ലേലൂയ ഇവിടെ പൗലോസിനെ കാണുവാൻ, മത്യാസിനെ പിന്നെ നാം കാണുന്നില്ല. ഹല്ലേലൂയ. ഓർക്കുക, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്തൊക്കെയാണ് കാണുന്നത്? ഹല്ലേലൂയ. അവിടെ ഒരു പുസ്തകമുണ്ട്. ആമേൻ. ഈ സത്യവേദ പുസ്തകം അവിടെയുണ്ട്. ഒരു സ്മരണയുടെ പുസ്തകം അവിടെയുണ്ട്. നാം ചെയ്ത പ്രവൃത്തികൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മളെ ഹല്ലേലൂയ നമ്മളെ ചോദ്യം ചെയ്യുന്നത് സത്യവേദ പുസ്തകം വെച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സത്യവേദ പുസ്തകം ഹല്ലേലൂയ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക. കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. ഒന്നുകൊണ്ട് വ്യാകുലപ്പെടരുത്. നിങ്ങൾ വ്യാകുലപ്പെടുന്ന സകലത്തിനും യേശുവിന്റെ അടുത്ത് ഉത്തരമുണ്ട്. ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകാശമണ്ഡലം കടന്നു പോകുന്ന ഹല്ലേലൂയ ശരവേഗത്തിൽ കടന്ന് ഞാൻ പോയി. ശരവേഗത്തിൽ കടന്ന് ഞാൻ പോയപ്പോൾ ഹല്ലേലൂയ വെള്ളമേഘങ്ങളുടെ ഇടയ്ക്ക് ഒരു മേഘം പോലുമില്ലാത്ത നല്ല നിർമ്മലമായ നീലാകാശത്തിൽ ഹല്ലേലൂയ ഭക്തന്മാരായ നന്മ പ്രവർത്തിച്ചവര്, സൽപ്രവർത്തി ചെയ്തവര്, ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചവര് ഹല്ലേലൂയ അവരെ നഭോമണ്ഡലത്തിൽ കാണുവാൻ ഇടയായി. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൂതുകളൊന്നും പറയണ്ടല്ലോ. ഹല്ലേലൂയ. ഓക്കടെ ഏറ്റവും വലിയ ദൂതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ആമേൻ. ഇപ്പോൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ഹല്ലേലൂയ. നഭോമണ്ഡലത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിങ്ങൾ ശോഭിക്കുമെന്ന് പറഞ്ഞാൽ, കർത്താവേ, ഇത് എന്തുകൊണ്ട് അവർക്കിത് കൊടുത്ത്? അവർ 40 ദിവസം ഉപവസിക്കുന്നു. ഹല്ലേലൂയ. അവർ ഉപവസിച്ചപ്പോൾ കേട്ട വചനാനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ചിലർ ഇതിനകത്തുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പറയുന്നവരുടെ കൈയൊന്ന് പൊക്കാവോ? സുവിശേഷം പറയുന്നവര്. ഹല്ലേലൂയ. ആമേൻ. സീത. ഹല്ലേലൂയ. അജയ്, കർത്താവിന്റെ ദാസൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഷൈല. ഹല്ലേലൂയ.
മീര, പ്രൈസ് ദി ലോർഡ്. സോഫിയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ എന്നാ ഞാൻ കണ്ടത്, ആമേൻ. അല്ലേ അജയ്യ പാസ്റ്റർ അല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ അപ്പോളജറ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്. എവിടെ സുവിശേഷം പറയുന്നു അവിടെ പ്രതിവാദം വരാൻ ഹല്ലേലൂയ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം എന്തായിരിക്കണം? പഠിച്ചിരിക്കണം, ഓർച്ചിരിക്കണം. ഞങ്ങൾക്ക് അപ്പോളജറ്റിക്സ് എടുക്കുന്നത് അനിൽ കൊടിത്തോട്ടമാണ്. അദ്ദേഹം അറബിയൊക്കെ നന്നായിട്ട് സംസാരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഇവരെ ഓർക്കുക. അതുപോലെ രാജുക്കുട്ടിയാണ് ഒരു പേപ്പർ എടുക്കുന്നത്. വേറെ ഹല്ലേലൂയ പിറവം ബാബു ചെറിയാൻ, ഇങ്ങനെ ഉന്നതന്മാരായ ദൈവദാസന്മാർ ഹല്ലേലൂയ MDVക്ക് ഞങ്ങൾ പഠിക്കുമ്പോ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം പറയുന്നു. അജയ് പാസ്റ്ററൊക്കെ ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു സഭയുണ്ട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭയെ ചേർക്കാൻ വരും. നമ്മൾ ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തിൽ വരികയില്ല. നമ്മൾ സഭയായി എടുക്കപ്പെടും. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വളരെ യങ്ങായിട്ടുള്ള ആളാണ് അജയ് പാസ്റ്റർ. നിങ്ങൾക്കൊക്കെ ഇനി എത്രയോ വർഷങ്ങളുണ്ട്. ഞാൻ തീപ്പരി പോലെ പ്രസംഗിച്ച് മുന്നേറുന്നതിന്റെ കാരണം ഞങ്ങൾ യാത്ര തീരായതായി. നമുക്കറിയാം, നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൽഹിയുടെ ബൗണ്ടറിയിലേക്ക് നാം കടന്നിരിക്കുക. ഇനി നമ്മുടെ സൂട്ട് കേസ് എടുത്തിക്കണം, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. ഒരു പക്ഷേ പ്ലെയിനിൽ നിന്നായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ ട്രെയിനിൽ നിന്നായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ബൗണ്ടറിക്ക് അകത്ത് വന്നു. അങ്ങനെയാണ് ദൈവമക്കളെ ഇതിനകത്ത് പലരും. ഗ്രേസി എബ്രഹാം അടൂർ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളൊക്കെ വളരെ 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 അധികം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. സോഫിയ സിസ്റ്റർ, ആമേൻ. ഇനിയും ഇതിനകത്ത് ഹല്ലേലൂയ വീഡിയോ വരാത്ത പലരും ഉണ്ട്. പ്രഭാതമായതുകൊണ്ടായിരിക്കും. പ്രഭാതമായാലും വേണ്ടില്ല, നിങ്ങൾ ഉണർന്നിരിക്കണം. നമ്മുടെ കർത്താവ് എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 7 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. നാം ഒരുങ്ങണം. Prepare ourselves for the coming of the second coming of Jesus Christ. ഒന്നാമത് യേശു ക്രിസ്തു ബേത്ലഹേമിൽ വന്നു, അന്നാർക്കും മനസ്സിലായില്ല. രണ്ടാമത് മേഘപ്രത്യക്ഷതയിൽ വരും, അത് കള്ളനെ പോലെയാണ്. ഇനി തന്റെ ദൂതന്മാരുമായി പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഹല്ലേലൂയ കർത്താവിന്റെ കാഹളത്തോടും കൂടി എന്റെ കർത്താവ് മൂന്നാമത് വരും. അത് 1000 ആണ്ട് വരെ വാസത്തിന് വേണ്ടിയാണ് ഭൂമിയിൽ വരുന്നത്. അന്ന് ഈ ഭൂമിയിൽ അജയ് പാസ്റ്ററെ പോലെയുള്ളവര് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വലിയ ഗവർണർമാരായിരിക്കും, വലിയ സ്ഥാനാവധികളായിരിക്കും. ഹല്ലേലൂയ, അവരുടെ ഭരണത്തിന് കീഴിലായിരിക്കും നമ്മൾ. വി ആർ പ്രൗഡ് ഓഫ് യു. നമ്മളത് പ്രൗഡായിരിക്കാം, നമ്മൾ ധൈര്യമായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ദൈവം നമുക്ക് അതിനുള്ള കിരീടങ്ങൾ തരും. ഹല്ലേലൂയ. സ്വർഗത്തിൽ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടത്, സ്വർഗത്തിൽ 24 മൂപ്പന്മാർ, 12 പേര് ആരായിരുന്നു? അപ്പോസ്തലന്മാരായിരുന്നു. 12 പേരായത് ആരായിരുന്നു? ഹല്ലേലൂയ, യാക്കോബിന്റെ മക്കൾ 12 പേര്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രൂബേൻ മുതലുള്ള ഹല്ലേലൂയ ഗോത്രപിതാക്കന്മാരായി അവരവരുടെ കിരീടങ്ങൾ താഴെയിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവെന്ത് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു പ്രസിഡന്റോ ഒരു പ്രധാനമന്ത്രിയോ നമ്മുടെ രാജ്യത്തിലേക്കോ നമ്മുടെ പട്ടണത്തിലേക്കോ നമ്മുടെ ഗ്രാമത്തിലേക്കോ വരുമ്പോൾ ഇവിടുത്തെ പോലീസ് സന്നാഹങ്ങൾ തോക്കുമായി നിന്ന് നമ്മളെ കടത്തിവിടാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവും രാജാവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പ് ഒരുങ്ങിക്കൊള്ള അവൻ വരാറായി. അവൻ അതിവേഗം വരും. ഉണർവ് യൂറോപ്പിൽ തുടങ്ങി, ഇന്ത്യയിലെ ഉണർവ് നമ്മളാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞു എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ സംഹരിക്കുന്നു.